ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വ്ളോഗ്സ്. അപ്പൊ നമ്മളെ വ്ളോഗില് നമ്മളെ ചാനലിൽ കുറെ കാലമായി ഒരു വീഡിയോ ഇട്ടിട്ട്. ഇന്ന് നമ്മളെ ഉപ്പാന്റെ ആണ്ടാണ്, ഫസ്റ്റത്തെ ആണ്ട്. ഉപ്പ മരിച്ചിട്ട് ഇന്നേക്ക് 1 വർഷം തികയാണ്. അപ്പൊ ഞാനിത് ഉമ്മ പ്ലേറ്റ് കൊണ്ടാ അതിന്റെ തന്നെ ഇടാ, കുഴപ്പമില്ല. ആന്നാ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നൊരു ബീഫ് ബിരിയാണി അല്ലേ? അപ്പൊ ഒരു ബീഫ് ബിരിയാണി നമ്മളെ വീട്ടുകാര്, ഞാനും ഉമ്മ, പെങ്ങള്, എന്റെ വൈഫ്, പിന്നെ നമ്മളെ ഏട്ടന്റെ വൈഫ്, നമ്മൾ ഇത്ര ആളേ ഉള്ളൂ, വേറെ ആരും ഇല്ല. വലിയ പരിപാടിയൊന്നുമല്ല. അപ്പൊ ഉപ്പാന്റെ ആണ്ട് ഒരു ദ്വാരക്കലുണ്ട്. അപ്പൊ ഞാന് ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻ ഉമ്മാക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന സവാള ഗിരി പരിപാടിയിലാ ഉള്ള. ഈ ഉള്ളി മുറിച്ചിട്ട് തീരുന്നില്ലല്ലോ. ബീഫ് സ്പെഷ്യൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? അങ്ങനെയല്ല, ഈ എല്ലാരും ബീഫ് ബിരിയാണി ആക്കൂലേ? അപ്പോ ആ ഒരു ടൈപ്പ് അല്ലാണ്ട് ബീഫ് ബിരിയാണിയിൽ തന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പൊടിക്കൈകൾ ഉണ്ടോ? അങ്ങനെ പറഞ്ഞാ പോരാ. നിങ്ങളൊരു കോൺഫിഡൻസ്. അങ്ങനെയല്ല, എല്ലാരും വെക്കുന്ന ഒരു ബീഫ് ബിരിയാണിന്റെ ഒരു രീതി ഉണ്ടല്ലോ. ആ ഒരു രീതി അങ്ങനെ അല്ലാണ്ട് വേറെ ഒരു വെറൈറ്റി ഉണ്ടാവുക. അതാണ് അത് നമുക്ക് വേണ്ടേ. നോക്കട്ടെ. അപ്പൊ ഗൈസ്, ഞാനിതാ പുതിയ മൈക്കെല്ലാം മേടിച്ച് പരിപാടി ഒന്ന് ഗ്രാൻഡ് ആക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ട്, എനിക്ക് ഹാർദരമായിട്ട് നിങ്ങളെ സപ്പോർട്ട് വേണം, നല്ല രീതിയിൽ സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പൊ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇപ്പൊ നിലവിൽ എന്റെ 222 സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് വളരെ നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുമ്പോഴും എന്താ പറയാ, ഭയങ്കര ഹാപ്പിയാണ് വ്ളോഗ് എടുക്കാനും, അതുപോലെ വീഡിയോ കുറച്ചും കൂടി ബെറ്റർ ആക്കാനും. സമയം ഏതാണ്ട് പള്ളിയിൽ പോകാൻ ടൈമായി. ഇന്ന് വെള്ളിയാഴ്ചയാണ് ഗൈസ്. പരിപാടി കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകണം. എന്റെ ഉമ്മാക്ക് ഒരു ചാനൽ ഉണ്ട്. ചാനലിന്റെ പേര് ഇയാസ് കിച്ചൺ അല്ലേ? ഇയാസ് കിച്ചൺ. അതിൽ നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞാൽ നല്ല വെറൈറ്റി പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരുപാട് ഫുഡിന്റെ ഐറ്റംസുകൾ കാണാൻ പറ്റും. ഷോർട്സ് ഉണ്ട്. എല്ലാരും ലൈക്ക് അടിക്കുക. എല്ലാരും ദയവായിട്ട് നമ്മളെ ഉമ്മാന്റെ ചാനൽ ഒന്ന് കയറുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, ഇയാസ് കിച്ചണിൽ നിങ്ങൾക്ക് വെറൈറ്റി ഫുഡ്, തലശ്ശേരിക്കാരെ നല്ല വെറൈറ്റി സ്നാക്കുകള്. എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇടാം ഗൈസ്. എല്ലാരും ഒന്ന് സമയമുള്ള ആൾക്കാർ കാണുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും ടൈം ഉണ്ടാവില്ലല്ലോ, എല്ലാരും ഭയങ്കര ബിസി അല്ലേ ഈ ലോകത്ത്. അതും കൂടിട്ടോ. ചെറിയൊരു മൈക്ക് സെറ്റപ്പ് ആക്കിയതാണ്. കാരണം നമ്മളെ വ്ളോഗില് പിന്നെ മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര നോയ്സ്. ഈ നോയ്സ് ഉണ്ടാവുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും ഒരു വീഡിയോ കാണാൻ. അതുകൊണ്ട് നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു മൈക്ക് ഇപ്പൊ തൽക്കാലം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന്റെ സൗണ്ട് ജസ്റ്റ് നമ്മളൊരു ട്രയൽ വീഡിയോ പോലെ എടുത്തു നോക്കി. ഇനി വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. അല്ല അപ്പം ബാക്കി വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയണം ഗൈസ്, നമ്മളെ സൗണ്ട്, അതായത് ഈ വീഡിയോയിലുള്ള സൗണ്ട് എങ്ങനെയുണ്ട്, ബെറ്റർ ആണോ? ഓക്കെ, സമയം ഏതാണ്ട് 12 മണി ആവാൻ പോകുന്നു. അത്രയും പെട്ടെന്ന് കുളിച്ചു മാറി ഇനി പള്ളിയിലേക്ക് പോകണം. പള്ളിയിൽ പോയി വന്നിട്ട് ദുആർക്കല്, അത് കഴിഞ്ഞിട്ട് ഒന്ന് എല്ലാവർക്കും ഒന്ന് ഫുഡെല്ലാം വിളമ്പി ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ റെഡി ആക്കണം. ഉപ്പാന്റെ ഖബർസ്ഥാനിലൊന്ന് പോകണം. ഉള്ളി മുറിച്ചിട്ടും തീരുന്നില്ലേ. ആര് എന്താ വേണ്ടേ? വാവക്ക് എന്താ വേണ്ടേ? എന്താ വേണ്ടേ? ഓന് ഉള്ളി കൊടുത്തിനെങ്കിൽ പിന്നെ ഇടാൻ നിൽക്കൂല. ഉള്ളി കയ്യിൽ നിന്ന് പോയി. ഉള്ളി കൈകട്ടെ, കയ്യിൽ നിന്ന് വീണ് പോയി. കൈ കഴുകുന്നു. ഗൈസ്, പള്ളിയിലേക്ക് പോവാണ്. സമയമായി. വണ്ടിയൊന്നും എടുത്തിക്കില്ല. വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പം ബസ്സിന് കാത്തു നിന്നിട്ട് പോകണം. ഇവിടുന്ന് പാറപ്പുറം ബസ് കയറിയിട്ട് വേണം പള്ളിയിലേക്ക് പോകാൻ.
ബസ് കിട്ടുമായിരിക്കും. ഇവിടുത്തെ ബസ്സിൻ്റെ ടൈമിംഗ് ഒന്നും എനിക്കറിയില്ല. കാരണം ഞാൻ വീട്ടിലധികം ഉണ്ടാവില്ല. നമ്മൾ കണ്ണൂരാണ് ഉണ്ടാകുക, വൈഫ് ഹൗസിൽ. ഓ ഇല്ല, ആ നാട്ടിലുണ്ട്. ഞാനിന്ന് പിന്നെ ഉപ്പാന്റെ ആണ്ടാന്ന്. ഇപ്പൊ മരിച്ചിട്ട് ഇന്നേക്ക് 1 വർഷമായി. അതെ അതെ. അപ്പൊ അതിന്റെ ചെറിയൊരു ദ്വാരക്കലുണ്ട്. അതുകൊണ്ട് ഇന്ന് ലീവാക്കിയിട്ട് ഭാര്യയും മക്കളെയും കൂട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാ. പിന്നെ ഏട്ടന്റെ വൈഫും മക്കളും വരുന്നുണ്ട്. കുറെ ആളൊന്നുമില്ല. പിന്നെ ഈ പള്ളിക്ക് പോകേണ്ട ടൈമായി. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, അപ്പൊ വണ്ടിയില്ല. ബസ് ഉണ്ടാവും ഇപ്പൊ പാറപ്പുറത്തേക്ക്? പന്ത്രണ്ട് 30 ബസ്. ശശിയായിട്ടാണ് ബസ് വരാൻ ഒരു 10 മിനിറ്റേ ഉള്ളൂ. പക്ഷെങ്കിൽ നല്ല മഴക്കാറ് കാണുന്നുണ്ട്. നല്ല ഗംഭീര മഴക്കാറാണ്. നല്ല കാറ്റുണ്ട്. ഇത് മഴക്കുള്ള കോളുണ്ട്. ഇവിടെയാണെങ്കിൽ ഇതാ ഈ കാണുന്ന ഒരു ബസ് സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് തലശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ബസ്സിന്റെ ബസ് സ്റ്റോപ്പാണ്. നമ്മുടെ പാറപ്പുറം ഭാഗത്തേക്ക് ഒന്നുമില്ല. അള്ളാന്റെ വർഷമാണ്. മഴ അടിച്ച് ഗൈസ്, മഴ അടിച്ച് നീടെ നിൽക്കാൻ കഴിയില്ല. മഴ ചെറുതായിട്ട് പാറുന്നുണ്ട്. കാറ്റെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. തൽക്കാലം പോയിട്ട് അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ നിൽക്കാം, അതാണ് നല്ല. ബസ് വരുമ്പോ അങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ ബസ് വരിക. തൽക്കാലം ഇവിടെ ഇരിക്കാം. പള്ളീന്റെ ടൈം ആകുന്നേരെ മഴ പെയ്യാണ്ട് നിന്ന് കഴിഞ്ഞാല് നനയാണ്ട് എത്താണ്. ആരുമില്ല കേട്ടോ, ഒറ്റ മനുഷ്യക്കൂട്ടിയില്ല. ഇതാണ് പണിക്കുപോയിട്ടുണ്ടാവും. മഴ അടിച്ച് നല്ല ഗംഭീര മഴ പെയ്യുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് ബസ് രക്ഷപ്പെടാണ്. മഴയുണ്ട്, നല്ല കാറ്റുണ്ട്, രക്ഷയില്ല. കുടയെടുത്തിട്ട് ഇറങ്ങിയാൽ മതിയാണ്. ഇതിപ്പോ പള്ളിയിലെത്തുമ്പോഴത്തേക്ക് എന്റെ ബോഡി മൊത്തത്തിൽ കൊതു കൊടുത്ത പോലെ ആവും. ഞാൻ മൈക്ക് ഇങ്ങനെ പിടിച്ചാ നല്ല പറയുന്ന കേൾക്കുള്ളൂ, അല്ലെങ്കിൽ ഈ മഴേന്റെ സൗണ്ട് മാത്രമേ ഉണ്ടാവൂ. ഇതാ പള്ളിയിൽ പോയി കഴിഞ്ഞ് നമ്മൾ ആണ്ടിന്റെ ചോറ് നിന്നാണ്. അമ്മമാരെ സ്പെഷ്യൽ ബീഫിലാണ്. ഞാൻ വിളിക്കാം, കഴിച്ചോ. നമ്മളെ കാണിച്ചു കൊടുക്കട്ടെ. ബാ ഉപ്പാനം മുളങ്ങി പോവാ. ചോറുന്നുണ്ടേ? അങ്ങ് പോയി തിന്നുന്നുണ്ടാ? സാമ എടുത്തു. സാമ എവിടെ? സാമ് ചോറുന്നുണ്ടേ? ഓക്കെ, നല്ല വിശപ്പുണ്ട്, നല്ല മഴയും ഉണ്ട്. എവിടെ ഇരിക്കണ്ടേ? അവിടെ ഇരുന്നോ, മെല്ലെ ഇരിക്കണേ, ബാക്കിൽ നോക്കണേ. ഇങ്ങ് വാ ഇവിടെ ഇരിക്കും. അവിടെ ഇരുന്നാ ചോറ് തരട്ടെ. ചോറ് തരട്ടെ. എന്നാ ഏത് മൈക്കാ? മൈക്ക് മുട്ടാണിക്ക് ഞാൻ തരാം, ബണ്ണം വെച്ച് ഞാൻ തരാട്ടാ. ഓക്കെ, എടുക്കുന്നില്ല. നിന്റെ മുഖം മാത്രം ഞാൻ കാണിച്ചു കൊടുക്കാം. അതെല്ലാം ഉണ്ട്, നല്ല ട്രിക്ക്. എന്തെല്ലാം ട്രിക്ക് ഉണ്ട്. എങ്ങനെയുണ്ട് ബിരിയാണി? എന്താ അതിലല്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞാൻ വീട്ടിന്റെ ബാൽക്കണിയിൽ കുറച്ചും ഇരിക്കാന്ന് വിചാരിച്ചു. നല്ല കാറ്റും മഴയുണ്ട് പുറത്ത്. അതൊന്ന് ആസ്വദിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ.
മഴ ഇപ്രാവശ്യം കുറച്ച് നേരത്തെയാന്ന് തോന്നുന്നു നാട്ടില്. ഫുള്ളും വെള്ളമാണ്. ഏടെ നോക്കിക്കഴിഞ്ഞാലും എന്താ പറയാ, ഫുള്ള് ചെളിയും വെള്ളവും, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴിയെല്ലാം കണ്ടോ, ഫുള്ള് കോളം പോലെ ആയിട്ടുള്ള. മഴ ഇങ്ങനെ പോകുന്നുണ്ട്, വരുന്നുണ്ട്. ഇപ്പൊ നിൽക്കേണ്ട യാതൊരു ലക്ഷണവും ഇല്ല. അപ്പൊ ഇന്നത്തെ ഡേയും അവൻ കൊണ്ടുപോയി, മഴ കൊണ്ടുപോയി മക്കളെ, മഴ കൊണ്ടുപോയി. അപ്പുറം പുതിയൊരു വീട് വരുന്നുണ്ട്, ഒരു ഗംഭീര വീട് വരുന്നുണ്ട്, നമ്മളെ വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ ഇന്ന് പിന്നെ വീടിന്റെ അല്ല എന്താ പറയാ, ടെറസെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചതാ. അപ്പത്തേക്ക് നോക്കുമ്പോ ഇന്ന് ഗംഭീര മഴ. ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് വൈകുന്നേരം ടെറസിൽ പോയിട്ട് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചതാ. ഇനി ഫുള്ള് അങ്ങോട്ടേക്ക് ഒരു 5-6 മാസത്തേക്ക് നമ്മളെ നാട്ടിൽ മഴയല്ലേ. അപ്പൊ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിടാന്ന് വിചാരിച്ച്. ഇന്ന് ലീവ് എടുത്തിട്ടുണ്ടായി, ഉപ്പാന്റെ ആണ്ടായിട്ട് ഇന്ന് ലീവ് എടുത്തിട്ടുണ്ടായി. അപ്പൊ വൈകുന്നേരം എന്തായാലും ഫ്രീ ആയിരിക്കുമല്ലോ. അപ്പൊ ഇതെല്ലാം ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. നോക്കുമ്പോ എന്നാ മൊത്തം പണി പാളി ഗൈസ്. വീഡിയോ എടുത്തിട്ട് കുറെ ആയി. ഞാൻ ഏകദേശം ഒരു മാസമായിട്ടുണ്ടാവും ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. എടുക്കൊന്ന് സ്റ്റക്കായി പോയി. പണിത്തിരക്ക്, പണിത്തിരക്കിന്റെ ഇടയിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഒരു 2-3 ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നു, ആശുപത്രി കൊണ്ടുപോയി കുറെ ദിവസങ്ങള്. അപ്പൊ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും അങ്ങനെ ഉഷാറല്ലേ? അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇനിയിപ്പോ മഴ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നേരെ കണ്ണൂരേക്ക് വിടണം. ഒരു 4-5 മണിക്ക് പോലെ അളിയനെ കാത്തിക്കാണ്. ബിക്കോസ് നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. ഒരു വണ്ടി മേടിച്ചിന്, ചെറിയൊരു കാറ് മേടിച്ചിട്ടുണ്ട്. മക്കളെയും വൈഫിനെല്ലാം കൊണ്ട് നമുക്ക് ബൈക്കിൽ പോകാനാവില്ലല്ലോ. കൂട്ടാപ്പി വാ, പനെടുത്ത് വാ, ബൈക്കാലോ. അപ്പൊ കാർ എത്രയും പെട്ടെന്ന് ഇനി പഠിച്ചെടുക്കണം. വേറെ വകുപ്പൊന്നുമില്ല. കാരണം ഇത്രയും നാളും നമ്മൾ അളിയനുണ്ടേനു അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാക്കാനും കൊണ്ടാക്കി തരാനല്ലോ. ഇനി പോനിക്ക് ഒരു വിസ റെഡി ആയിട്ട് ആള് ദുബായിലേക്ക് പോകാൻ നിൽക്കുക. ഒരു വിത്തിൻ 10 ഡേയ്സിന്റെ ഉള്ളിൽ ആള് പറക്കും. അപ്പൊ എന്റെ മുമ്പിൽ വിരളിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വണ്ടി പഠിക്കണം ഇത്രയും പെട്ടെന്ന്. അത് ഭയങ്കര വലിയ ടാസ്ക് ആണ് സുഹൃത്തുക്കളെ. കാറ് പഠിക്കാന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് ഉണ്ടാ, അല്ലെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കുക. പഠിക്കാണ്ടൊന്നുമില്ല. എന്താ, ഞാൻ ബൈപ്പാസിൽ ഇറങ്ങും. ബൈപ്പാസിൽ ഇറങ്ങിയിട്ട് 100-110 100-110 പായിക്കോ. പിന്നെ പുല്ല് പോലെ പഠിക്കൂ. പിന്നെ അല്ല. അപ്പൊ ഓക്കെ മക്കളെ, ബൈ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പം ബൈ, ലവ് യു ഓൾ.